ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഒരു കോഴിയുടെ അത്യാവശ്യം വലിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലപോലെ കഴുകി സ്റ്റെയിനറിലേക്ക് മാറ്റി ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല നല്ലപോലെ ഇതിലേക്ക് അങ്ങ് പിടിച്ചു കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഞാനൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് പിരിയൻ മുളകും എടുക്കാം. മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഞാനിതാ നമ്മുടെ മുളക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം മാഗി സ്റ്റോക്ക്, മാഗി ക്യൂബും കൂടെ ഒരെണ്ണം വേണ്ട, അതിൻ്റെ ഹാഫ് മതി. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇവിടെ ചിക്കൻക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് പെരിഞ്ചീരകം. ഇനി നമ്മൾ അങ്ങ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഒരു ലെമണിൻ്റെ ഹാഫും കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ മസാല ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മളിതാ നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലപോലെ അങ്ങ് പിടിപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരുപാടൊന്നും വേണ്ട. അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടി. ഇനി ഇത് മുട്ട കയ്യിലുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുട്ട ചേർക്കുന്നില്ല, നമ്മളത് ഇങ്ങനെ തന്നെ ചേർത്തെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാറുള്ളത് ഇതേപോലെ അങ്ങ് മസാല പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ചിക്കനിലേക്ക്. അതുകൊണ്ടാണ് ഇതേപോലെ അങ്ങ് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഒരു ടൈറ്റ് മസാല ആയിട്ട് കിട്ടും. നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിലേക്കോ ഫ്രിഡ്ജിലേക്കോ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ മസാല റെഡിയാക്കി എടുത്ത ചിക്കൻ ഇവിടെ 1 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മസാല ഏകദേശം നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടായി. നമുക്കിതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം. ഇതൊന്ന് റെഡിയായി വരാം. ഒരു വശം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിതാ നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുത്ത ആ ഒരു മസാലയിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങ, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ, എടുത്ത ഇഞ്ചി വെളുത്തുള്ളി, ഇതിനോടൊപ്പം തന്നെ നമ്മൾ മാറ്റിയെടുത്ത് വെച്ച നമ്മുടെ മസാല, ഇത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കൻ വറുത്തെടുത്ത അതേ സെയിം എണ്ണയിലേക്ക് തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് ഇതേപോലെ ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആക്കി ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കൂടെയാണ് നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ. ഇനി ഇത്
ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. പതിയെ അങ്ങ് ഇരുന്നിട്ട് റെഡിയായി വരട്ടെ. തേങ്ങ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി മാറ്റിയെടുക്കാം. ഇനി നമ്മുടെ ചിക്കന് നമുക്കിതിൽ ഈ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. ഇതാ നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത തേങ്ങ നമ്മുടെ ചിക്കൻ്റെ മീതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഇതിനോടൊപ്പം ഇതും കൂട്ടങ്ങ് കഴിക്കും. ഇനി ഇത് ഗാർണിഷിന് വേണ്ടി ഞാനിത് അവിടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു സവോളയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത്രയും മതി. ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ അപ്പം, ഇടിയപ്പം, അതേപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.